എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ICCയുടെ വാർഷിക പൊതുയോഗത്തിന്റെ വേദി. ICCയുടെ വാർഷിക പൊതുയോഗത്തിന്റെ വേദി ഏതാണ്? ശ്രീലങ്കയാണ്. ICC എന്താണെന്ന് അറിയാലോ അല്ലേ? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 പൊതുയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിന്റെ വേദിയാണ് ഏത്? ശ്രീലങ്ക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ആരാണ്? മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത്? സിവിൽ ജഡ്ജി. ഏതാണ്? സിവിൽ ജഡ്ജി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ, മഹാരാഷ്ട്രയിലാണ്. അപ്പൊ മഹാരാഷ്ട്ര എന്നാണ് ഫോം ചെയ്യുന്നത്? മെയ് 1, 1960. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഏതാണ്? മുംബൈ ആണ്. ഇനി മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഏകനാഥ് ഷിൻഡെയാണ്. നമ്മൾ ഡിസംബർ മാസത്തിൽ മഹാരാഷ്ട്രയെ കുറിച്ച് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായിട്ട് സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ ആരാണ്? സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. ഇത് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയി. 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആയിരുന്ന ഒരു ചോദ്യം വരാം. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്നുള്ളൊരു ചോദ്യം വരാം. അപ്പൊ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാമത് ധനകാര്യ കമ്മീഷനിലെ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. ഓക്കെ. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 സർക്കാരിനെതിരെയും യൂറോപ്യൻ യൂണിയനെതിരെയുമായി കാർഷിക വിരുദ്ധ സമരം നടക്കുന്ന യൂറോപ്യൻ രാജ്യം. 2024 സർക്കാരിനെതിരെയും യൂറോപ്യൻ യൂണിയനും എതിരെയായിട്ട് കർഷക വിരുദ്ധ സമരം നടക്കുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ബെൽജിയമാണ്. ഓക്കെ. ഇനി യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് എപ്പോഴാണ്? 1993 നവംബർ 1-നാണ്. ഇനി യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ് ആണ്, ബെൽജിയം. ഓക്കെ. ഇനി ബെൽജിയത്തിന്റെ തലസ്ഥാനം ഏതാണ്? അതും ബ്രസൽസ് തന്നെയാണ്. ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ ധനമന്ത്രി ആരാണ്? തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. 1ാമത്തെ ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ 8ാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. ഇനി ഈ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്. ഓക്കെ. ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഫെബ്രുവരി 1 പ്രത്യേകത പറഞ്ഞത് എന്തായിരുന്നു? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. അതും ഓർത്തിരിക്കുക. ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഡേറ്റ്സ് നോട്ട് ചെയ്യാം. നമ്മുടെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയും ഒമാനും ചേർന്നുള്ള 12ാമത് സൈനിക സമിതി സഹകരണ യോഗത്തിന്റെ വേദി ഏതാണ്? മസ്കറ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ PSC റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.